എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകൾ വരും. മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയും, മറ്റുള്ളവരെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ഒരിക്കലും തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ വരും. എങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് ആ മനുഷ്യനോട് നമ്മൾ പറഞ്ഞത്, നമ്മൾ ചെയ്തതുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ മനുഷ്യനോട് തൗബ ചെയ്ത് പൊരുത്തപ്പെടിപ്പിക്കുക, നമ്മളെ തൗബ ചെയ്യുക എന്ന് നമുക്ക് നിർബന്ധമാണ്. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല. തൗബ ചെയ്യുന്നതിന്റെ നിബന്ധനകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തികളോടാണെങ്കിൽ ആ വ്യക്തികളോട് നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ട് അത് പൊരുത്തപ്പെടിപ്പിക്കണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ചെയ്ത ആ തെറ്റ് അല്ലാഹു തആല പുറത്തേരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് തൗബ ചെയ്തിട്ടും എന്ത് തന്നെ നന്മ ചെയ്തിട്ടില്ല, അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും ഒക്കെ എന്റെ പ്രിയമുള്ളവരെ തെറ്റുകളാണെങ്കിൽ, നമ്മുടെ ചിന്തകളിലൂടെ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിനോട് മാത്രം നമ്മൾ പൊറുക്കൽ തേടിയാൽ മതി. എന്നാൽ പക്ഷേ അടിമകളോട് കൂടെ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവേ നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് എങ്ങാനും പഠിച്ചവനെ അവിടുന്ന് തെറ്റുകൾ വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കൽ തേടണമല്ലോ. നമ്മുടെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിച്ചാൽ, അവരെ അയ്യബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദീപത്ത് പറഞ്ഞിട്ടില്ലെങ്കിലോ മറ്റുള്ളവരെ കുറിച്ചിട്ട് കളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവരോട് നിങ്ങൾ പൊറുക്കലിനെ തേടണേ, അവരോട് നിങ്ങൾ പൊരുത്തപ്പെടാൻ പറയണേ എന്നതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതാ എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം നമ്മോട് പറയുകയാണ്. മഹാന്റെ വീട്ടിനകത്ത് പഠിച്ചവനെ ഒരു ഗുരുത്തിനുണ്ടായിരുന്നു. തന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. അല്ലാഹുവേ പഠിച്ച റബ്ബേ, അയാൾ തന്റെ ജീവിതത്തില് അല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉസ്മാൻ തങ്ങളെ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നവരാ. അല്ലാഹുവേ, ഒരു ദിവസം പഠിച്ചവനെ അവിടുത്തെ കാര്യങ്ങൾ മേക്കുന്ന സമയത്ത്, ഒട്ടകത്തിങ്ങനെ മേക്കുന്ന സമയത്ത് എന്തോ രക്ഷ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത്രേ എന്തോ രക്ഷ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അയാളുടെ ചെവിക്ക് പിടിക്കുകയാണ്. അയാളുടെ ചെവിക്ക് പിടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പഠിച്ചവനെ അങ്ങ് അമർത്തുകയാണ്. അദ്ദേഹത്തിന്റെ വല്ലാത്ത വേദനയായി. ദേഷ്യം കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. എന്നിട്ടതാ കുറച്ചങ്ങ് പോയപ്പോ പഠിച്ചവനെ അവിടുന്ന് മനസ്സിനകത്ത് വല്ലാത്ത വേദന കടന്നു വരികയാണ്. അല്ലാഹുവേ, ഞാൻ എന്ത് പണിയാണ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ വേദനിച്ചല്ലോ. പഠിച്ചവനെ, എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ചെവിക്ക് പിടിച്ചല്ലോ. അല്ലാ, എനിക്ക് വല്ലാത്ത വിഷമമായി. പഠിച്ചവനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ നേരി ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടതാ പഠിച്ചവനെ അദ്ദേഹത്തോട് പറയുകയാണ്, മോനെ, ഞാൻ നിന്റെ ചെവിക്ക് പിടിച്ചിട്ട് തിരിച്ചപ്പോ നിനക്ക് വല്ലാത്ത വേദനിച്ചിട്ടുണ്ട്, നിനക്ക് വല്ലാത്ത പ്രയാസം വന്നിട്ടുണ്ട്. നീ നിന്റെ കൈ കൊണ്ട് എന്റെ ചെവിക്കൊന്ന് മുറുകെ പിടിക്കുമോ? എന്റെ ചെവിക്കൊന്ന് നീ മുറുകെ പിടിക്കുമോ? പഠിച്ചവനെ, എന്റെ ചെവിക്കൊന്ന് മുറുകെ പിടിക്കാൻ അമർത്താൻ വേണ്ടി പറയുകയാണ്. പഠിച്ചവനെ, തന്റെ വേലക്കാരനതാ യജമാനന്റെ ചെവിക്ക് പിടിച്ചിട്ട് തിരിക്കുകയാണ്. വീണ്ടും അമർത്താൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും കൂടുതൽ ശക്തിയോട് കൂടെ അമർത്താൻ പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നു,
ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റുണ്ടല്ലോ, എനിക്ക് ദേഷ്യം വന്ന സമയത്ത് പടച്ചവനെ നീ ചെയ്ത കാര്യത്തിന് ഞാൻ പടച്ചവനെ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയിട്ട് ഞാൻ ചെയ്തതാണ്, നീ എനിക്ക് പുറത്തു തരണേ. നാളെ ആഖിറത്തിലേക്ക് നീ ഒരിക്കലും തന്നെ മാറ്റി വെക്കരുത്. നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് നീ അത് മാറ്റി വെച്ചാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ സഹാബിയാണ്. ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഭരണാധികാരിയാകാം. ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥാനമാനങ്ങളുള്ളവനാകാം. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ യജമാനനതാ പടച്ചറബേ തന്റെ വേലക്കാരന്റെ മുമ്പിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതായിരുന്നു മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പടച്ചവനെ എത്ര പേര് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ, എത്ര പേരുടെ പേരിൽ നമ്മൾ കളവുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ, എത്ര പേരുടെ പേരിലാണ് പടച്ചവനെ ഇല്ലായ്മ നമ്മൾ കെട്ടിച്ചമച്ചിട്ടുള്ളത്. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഈ ദുനിയാവ് ശാന്തമായാൽ മതി. വരാനിരിക്കുന്ന ഒരു ലോകം നമുക്കുണ്ട്, വരാനിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ട്. പടച്ചവനെ ഖബറിന്റെ ഹിസാബുണ്ട്, മഹ്ശറയുണ്ട്. പടച്ചവനെ മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ അല്ലാഹുവേ അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ ദുരിതങ്ങൾ നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും നമ്മൾ വെറുപ്പിക്കരുത്, ഒരാളെയും നമ്മൾ ദേഷ്യപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ച കാര്യമെന്താ? ആർക്കാണ് പടച്ച തമ്പുരാന് സ്വർഗ്ഗം ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തിട്ടുള്ളത്? ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ചർച്ച നടത്തിയതാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചവനെ അവിടുന്ന് പറയുകയാ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത്, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് തന്റെ സഹോദരനായ മുസ്ലിമായവനുണ്ടല്ലോ, അവനെ തന്റെ കൈ കൊണ്ട് വേദനിപ്പിക്കാത്തവനാ, തന്റെ നാക്ക് കൊണ്ട് വേദനിപ്പിക്കാത്തവനാ എന്നതാ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. പടച്ചവനെ ദുനിയാവിന്റെ തൊലിക്കമ്പുകളിൽ നിന്ന് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന്റെ മുമ്പ് പടച്ചവനെ നമ്മുടെ പാപങ്ങൾ ദുനിയാവിന് നമ്മളൊന്ന് വിചാരണ നടത്തണല്ലോ, നമ്മളൊന്ന് വിചാരണ നടത്തണല്ലോ. നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നീ നിന്നെ ഒന്ന് വിചാരണ ചെയ്യണമെന്ന് അല്ലാഹുവേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമർന്ന് കേട്ടാൽ മക്ക കിടുകിടാ വിറക്കമായിരുന്നല്ലോ, മക്ക കിടുകിടാ വിറക്കമായിരുന്നല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് പോലും പിന്തിരിഞ്ഞോടുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുനിയാവിന്റെ ദുരിതങ്ങളിൽ നിന്ന് സ്വർഗ്ഗം ലഭിച്ചവരാ.
സ്വർഗ്ഗത്തിലാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രയോ പോക്കന്നെ തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ചെയ്തിരുന്ന തെറ്റുണ്ടല്ലോ പഠിച്ചവനെ എത്ര തവണയാണ് പഠിച്ചറബിനോട് പോക്കന്നെ തേടിയിട്ടുള്ളത്. അല്ലാഹ് ഒരു ഭരണാധികാരിയായ സമയത്ത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായിട്ട് നിലകൊള്ളുന്ന സമയത്ത് ആരെങ്കിലും പഠിച്ചറബെ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് കടന്നു വന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അല്ലാഹുവേ തന്റെ ശരീരത്തിലേക്ക് അല്ലാഹുവേ തന്റെ വിചാരണ നടത്തുമായിരുന്നെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. എന്തെങ്കിലും ഒരു വിധി പറഞ്ഞിട്ട് അവിടെ കടന്നു പോയാൽ തന്റെ വീട്ടിനകത്തിൽ തന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ശരീരത്തോട് അവിടെ ചോദിക്കുകയാണ്, സ്വന്തം നഫ്സിനോട് അവിടെ ചോദിക്കുകയാണ്, നീ ഉമറെ എങ്ങനെ നടന്നിരുന്നവനാണടാ, നീ എങ്ങനെ നടന്നിരുന്നവനാണടാ, നിന്റെ ജീവിതത്തിൽ നീ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അവിടുന്ന് സ്വന്തം വിചാരണ നടത്തിയതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്, ജീവിതം നമുക്കൊരു പാഠമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാടുകളിലെ പള്ളികളിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് കടന്നു വന്നാൽ പഠിച്ചവനെ ആ ചെറുപ്പക്കാരനെ കുറ്റപ്പെടുത്തുന്ന, അവന്റെ മുടി വെട്ടിയത്, അവൻ പള്ളിയിലേക്ക് വരാത്തത്, അവൻ നിസ്കരിക്കാത്തത്, അവന്റെ പേരിട്ടത്, അവൻ മുടി വെട്ടിയത്, അവന്റെ താടി വടിച്ചത്, അവൻ ട്രൗസർ ഇട്ടത്, അവന്റെ ഡ്രസ്സിന്റെയും അവന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പഠിച്ചറബേ പല പല ആളുകളും അവിടെ നിന്ന് കുറ്റപ്പെടുത്തുമല്ലോ, പല പല ആളുകളും കുറ്റപ്പെടുത്തുമല്ലോ. പരിശുദ്ധമായ റമളാനിന് മാത്രമാണ് പള്ളിയിലേക്ക് നിന്നെ കാണുക. പഠിച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറ്റപ്പെടുത്തി നടക്കുന്ന ആളുകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അങ്ങനെ ഒരിക്കലും തന്നെ നമ്മൾ പറയരുത്, അങ്ങനെ ഒരിക്കലും തന്നെ നമ്മൾ പറയരുത്. പഠിച്ചവനെ ഏത് സമയത്താണ് ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് ഈമാൻ കടന്നു വരുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഒരിക്കലും തന്നെ തളർത്തരുത്. അവരുടെ ജീവിതത്തിൽ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്, പഠിച്ചറബേ പള്ളിയിലേക്ക് കടന്നു വരുന്നത്, അവരുടെ ജീവിതത്തിന്റെ നന്മകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാൽ പഠിച്ചവനെ പള്ളിയിലേക്കുള്ള അവരുടെ ചിന്തയുണ്ടല്ലോ, നമസ്കാരത്തിലേക്കുള്ള ചിന്തയുണ്ടല്ലോ, നന്മകളിലേക്കുള്ള ചിന്തയുണ്ടല്ലോ, അല്ലാഹുവേ പഠിച്ചറബിയുടെ മനസ്സിൽ നിന്ന് അവർ തന്നെ എടുത്തു കളയുമല്ലോ, അവർ മനസ്സിൽ നിന്ന് എടുത്തു കളയുമല്ലോ. പഠിച്ചവനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആദ്യകാല ജീവിതം ഒന്ന് എടുത്തു നോക്ക്. ഒരു ദിവസം പോലും പോലില്ലാതെ പെണ്ണില്ലാതെ പഠിച്ചറബേ തെറ്റുകളില്ലാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ തന്റെ ജീവിതത്തിലോ ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയായിട്ട് മാറിയല്ലോ, ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയായിട്ട് മാറിയല്ലോ. പഠിച്ചറബേ
ഇസ്ലാമിലൊരു പരിശുദ്ധമായ യുദ്ധം നടക്കുന്ന സമയത്താണ് അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാരിയ റളിയല്ലാഹു തആല അൻഹുവിനോട് റബ്ബേ മദീനയിലെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ സാരിയ മലഞ്ചെരുവിലൂടെ ശത്രുക്കൾ നിന്നെ വളയുന്നുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്നെ വളയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ ഇരുന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുന്നറിയിപ്പ് കൊടുത്തില്ലേ എന്റെ പ്രിയമുള്ളവരെ ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളായിരുന്നു ജീവിതത്തിൽ തെറ്റിന്റെ വഴികളിലൂടെ കടന്നുപോയി പക്ഷേ ഖൽബിലേക്ക് ഈമാൻ കടന്നു വന്നപ്പോ എല്ലാ തെറ്റുകളും അവിടുന്ന് വലിച്ചെറിഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോയ മഹാൻ പക്ഷെ ഖൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്തു നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ് ഉമർ തങ്ങളുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ് എന്റെ പ്രിയമുള്ളവരെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം പറഞ്ഞാലും എല്ലാ ദിവസവും നമ്മൾ 1 മണിക്കൂർ നമ്മൾ പ്രസംഗിക്കാറുണ്ട് ഏകദേശം 3/4 മണിക്കൂറോളം നമ്മൾ പ്രസംഗിക്കും 1 മണിക്കൂറോളം നമ്മുടെ മജ്ലിസ് ക്ലാസ് ഉണ്ടാവാറുണ്ട് ഈ സമയത്തിന്റെ ദിവസങ്ങളോളം നമ്മൾ എടുത്തു പറഞ്ഞാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല അത്രക്കും വലിയ മഹത്വമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പുള്ള ജീവിതവും വന്നതിന്റെ ശേഷമുള്ള ജീവിതവും എടുത്തു നോക്കിയാൽ അല്ലാഹുവേ നമ്മുടെ മനസ്സിനകത്ത് പിന്നെ ഒരു തെറ്റിന്റെ അംശം പോലും നമുക്ക് വരുത്താൻ കഴിയില്ല അത്രക്കും വലിയ ശ്രേഷ്ഠനായിരുന്നു അല്ലാഹു തആല അവരോട് കൂടെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലാകട്ടെ അല്ലാഹു അവരോട് കൂടെ അല്ലാഹു തആല നമ്മളെ സ്വർഗ്ഗത്തിലാകട്ടെ വലിയ ധീരനായിരുന്നു ഉമർ വലിയ ധീരനായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പ്രശംസ ഞങ്ങൾ സ്വീകരിക്കണമേ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് നന്മ വിടരട്ടെ നമ്മുടെ മനസ്സിനകത്ത് നന്മ വരട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാന്മാരെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക അല്ലാഹു തആല ബോധം നൽകട്ടെ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് മറ്റുള്ളവരോട് ചെയ്ത അപരാധങ്ങളും പറഞ്ഞ അപരാധങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പുറത്തു തരണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അവരോട് പൊറുക്കലിനെ തേടണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു ഒരുപാട് ആളുകൾ പല വിഷയങ്ങളുമായിട്ട് ദുആ കൊണ്ട് അല്ലാഹു എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നന്മ പഠിപ്പിക്കുക നമ്മുടെ ബന്ധപ്പെട്ടവരെ നമ്മൾ നന്മ പഠിപ്പിക്കുക ആദ്യം നമ്മൾ നന്മ പഠിക്കുക എന്നിട്ട് ജീവിതത്തിൽ പകർത്ത് അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ നമ്മുടെ മക്കളുടെ മനസ്സിനകത്തും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നല്ല രീതിയിലുള്ള ചിന്തകൾ വരുന്ന രീതിയിലുള്ള ഉപദേശങ്ങളും ബോധവും പ്രിയമുള്ളവരെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും അല്ലാഹു തൗഫീഖ് തരട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ പടച്ചറബ്ബേ മറ്റുള്ളവരോട് കരുണ ചെയ്യാൻ വേണ്ടിയിട്ട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിന്റെ തുരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ ആ പടച്ച തമ്പുരാൻ നമ്മോട് കരുണ ചെയ്യുന്നതാണ് ഈ ദുനിയാവിൽ ഒരാളുടെ ആവശ്യം നിങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വഹാബ
ഈ ദുനിയാവിൽ ഒരാളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റിയാൽ, ഒരാളുടെ ഒരാവശ്യങ്ങൾ നിറവേറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ നിങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നന്മകളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ വളരട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ വളരട്ടെ. നമ്മൾ നന്മ ചെയ്യുന്നത് കണ്ടോ, നമ്മൾ നന്മ പ്രവർത്തിക്കുന്നത് കണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അതുപോലെ ചെയ്യാൻ വേണ്ടി ഇറങ്ങട്ടെ. ദീനിന്റെ വഴിയെ നമ്മൾ നന്മ ചെയ്യോ, നല്ലത് കാണുക, നല്ലത് പറയോ, അതിന്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ നമ്മൾ കൂടെ വരുമല്ലോ. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ വരില്ല എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അവർക്ക് മുമ്പിലേക്ക് നിങ്ങൾ നല്ലത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് സോഷ്യൽ മീഡിയ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ പടച്ചുറപ്പേ കൊടുങ്ങല്ലൂർ അല്ലാഹുവേ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി ഫാത്തിമ സാറ എന്ന് പറയുന്ന ഒരു പൊന്നുമോ അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അച്ഛന്റെ ചെറിയൊരു അസുഖം വന്നപ്പോ പിതാവിന് വേണ്ടിയിട്ട് പണപ്പിരിവിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ പഠിച്ചവനെ അവിടെ സമ്പത്ത് വേണമെന്ന് പറഞ്ഞപ്പോ ചികിത്സാ ചെലവിലേക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ സാറ എന്ന് പറയുന്ന ഒരു പൊന്നുമോ തന്റെ ചെവിയിൽ കിടക്കുന്ന തന്റെ കാതിൽ കിടക്കുന്ന അല്ലാഹുവേ സ്വർണ്ണത്തിന്റെ കമ്മലൂരിയിട്ട് ആ പൊന്നുമോളതാ കൊടുത്തിരിക്കുകയാണ്. സ്കൂളിലെ അധ്യാപകന്റെ പ്രധാന അധ്യാപകന്റെ കയ്യിലേക്ക് തന്റെ കാതിൽ നിന്ന് കമ്മലൂരി കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ പൊന്നുമോൾ എവിടാണ് ഈ പൊന്നുമോൾക്ക് ഈ മനസ്സ് കിട്ടിയത്? എവിടാണ് ഈ മനസ്സ് കിട്ടിയത്? അല്ലാഹുവേ മാതാപിതാക്കൾ നന്മയുള്ളവരാകട്ടെ, നന്മയുള്ളവരാകട്ടെ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോളെ പറയുന്ന ഒരു വാക്കിന്റെ പ്രിയമുള്ളവരെ എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു പോയി, വല്ലാതെ ചിന്തിച്ചു പോയി. ആ പൊന്നുമോളെ പറയുന്ന കാര്യം എന്തെന്നറിയോ? പടച്ചവനെ, ഒരു സഹായവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ, ഒരു സഹായവുമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹപാഠിയുടെ കൊച്ചന്റെ കാര്യത്തിൽ ഒരു സമ്പത്ത് വേണമെന്നറിഞ്ഞപ്പോ എന്റെ കയ്യിൽ വേറെ ഒന്നും കൊടുക്കാനില്ല, എന്റെ അടുത്ത് വേറെ ഒന്നും കൊടുക്കാനില്ല. പക്ഷേ എന്റെ കയ്യിലുള്ളത് ആകെയുള്ള സമ്പത്ത് എന്റെ കാതിൽ കിടക്കുന്ന സ്വർണത്തിന്റെ കമ്മലാണ്. പടച്ചവനെ, അതവർക്ക് വല്ലാത്ത കുടുംബത്തിനൊരു താങ്ങാകുമല്ലോ, ആ കുടുംബത്തിനൊരു സമാധാനമാകുമല്ലോ. പടച്ചവനെ, എന്റെ വാപ്പാക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നപ്പോ, ഒരുപാട് വിഷമങ്ങൾ വന്നപ്പോ എന്റെ നാട്ടുകാരായ ആളുകളോ പല ആളുകളും ഇതുപോലെ സഹായിച്ചിട്ടാണ് എന്റെ വാപ്പ രക്ഷപ്പെട്ടത്. എന്റെ വാപ്പാക്കും ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്, എന്റെ വാപ്പയെയും ഇതുപോലെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്റെ വാപ്പയ്ക്ക് എന്റെ നാട്ടുകാർ കൊടുത്തു, അത് ഞാനും അനുഭവിച്ചതാണോ? അതിന്റെ വേദനയും അതിന്റെ വിഷമങ്ങളും പഠിച്ചവനെ അനുഭവമാണ് ഗുരു, അനുഭവമാണ് ഗുരു. ജീവിതത്തിൽ പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാൻ കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എത്രയോ വലിയ നന്മയാണ് ആ പൊന്നുമോള് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഉമ്മ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. വസ്ത്രമില്ലാത്തവന്റെ വസ്ത്രം കൊടുക്കാൻ, പഠിച്ചവനെ കണ്ണില്ലാത്തവന്റെ കണ്ണ് കൊടുക്കാൻ, കണ്ണീരൊലിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ, പഠിച്ചവനെ ഭക്ഷണമില്ലാത്തവന്റെ വയറ് നിറപ്പിക്കാൻ. നമ്മുടെ കേരളത്തിന്റെ മക്കളോ ഒരുപാട് മക്കളുണ്ട്. ഒരുക്കി നടക്കുന്നവര്, മനസ്സ് കാണിക്കുന്നവര്. ആ പൊന്നുമോൾക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോളുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പഠിച്ചു തമ്പുരാനേ,
ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹ് ഹൈറ് നീ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന്റെ വിഷമം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെയും അതുപോലെ നന്മയിലാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ ആ പെണ്ണുമോട് കുടുംബത്തിന്റെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ ആ നന്മയുടെ ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ അല്ലാഹുവേ നീ അതിനെ തട്ടി മാറ്റി കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ നന്മയിലൂടെ വളർന്നു വരുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവരെ നമ്മൾക്ക് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കെന്ന് മാത്രമല്ല, നമ്മുടെ മക്കളുടെ കൂട്ടുകാരുണ്ടാകാം, കൂട്ടുകാരികളുണ്ടാകാം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യണം കേട്ടോ. അല്ലാഹുവേ നമ്മുടെ മക്കൾ നടക്കുന്നത് അവരോട് കൂടെയാണ്. അവർ ദുഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും ദുഷിച്ചു പോകുമെന്ന ഓർമ്മ അല്ലാഹുവേ നമുക്ക് വേണേ. പടച്ച തമ്പുരാനെ അല്ലാഹുവേ, അതേപോലെ തന്നെ വല്ലാതെ വേദനിക്കുന്ന ഒരു വാർത്ത ഞാൻ പടച്ച റബ്ബേ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അല്ലാഹുവേ, ആലപ്പുഴക്കാരനായ സുഹരി ഉസ്താദ് പടച്ച റബ്ബേ, നമ്മളെല്ലാവരും പടച്ച റബ്ബേ ദീനിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധമായ ദീനിനെ പ്രചരിപ്പിക്കുന്ന അല്ലാഹുവേ പടച്ച റബ്ബേ അൻസാരി സുഹരി എന്ന് പറയുന്ന പ്രിയപ്പെട്ട പണ്ഡിതന് അല്ലാഹുവേ പടച്ച റബ്ബേ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് വിഷയങ്ങൾ കൃത്യമായ നിലപാടോടുകൂടെ വ്യക്തമായിട്ട് പടച്ച റബ്ബേ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പല വിഷയങ്ങൾ കടന്നു വരുമ്പോ അതിനെയെല്ലാം വ്യക്തമായ രീതിയിൽ ഈ സമൂഹത്തിന് അവതരിപ്പിച്ച് കൊടുക്കുന്ന ഒരു പണ്ഡിതന് ഒരുപാട് പ്രഭാഷണ വേദികളിൽ പടച്ച റബ്ബേ ദീനി പ്രബോധനം നടത്തിയ പണ്ഡിതന് അല്ലാഹുവേ പടച്ച റബ്ബേ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് കൊതിച്ചുകൊണ്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതന് അല്ലാഹ് കഴിഞ്ഞ ദിവസമാണ് എന്റെ പ്രിയമുള്ളവരെ തന്റെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവേ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ വല്ലാത്ത വിഷമത്തോടെ ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹ് നമ്മുടെ മക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരുമെല്ലാം പടച്ചവനെ അല്ലാഹുവേ വാഹനത്തിലെ യാത്ര ചെയ്യുന്നവരാണല്ലോ, അല്ലാഹുവേ പടച്ച റബ്ബേ ആരെയും നീ അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. പടച്ചവനെ സുഹരി ഉസ്താദ് പറയുന്നുണ്ട് കണ്ണിന്റെ ഭാഗത്ത് മുറിയുണ്ട്, അതേപോലെ തന്നെ സംസാരിക്കാൻ പ്രയാസമുണ്ടോ, താടിയെല്ലിന് പൊട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പടച്ചവനെ നീ ശമനം കൊടുക്കണേ അല്ലാഹുവേ. ഉസ്താദിന്റെ അസുഖം നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. ദീൻ പ്രചരിപ്പിക്കാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്ന പണ്ഡിതരല്ലേ റബ്ബേ, ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ നിന്റെ പള്ളിയിൽ നിനക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ആ യുവ പണ്ഡിതന് പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, എന്നാലും അദ്ദേഹത്തിന്റെ വിഷമം വന്നിട്ട് ഒരു സങ്കടം വന്നപ്പോ പടച്ച റബ്ബേ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. പടച്ചവനെ വല്ലാത്ത സന്തോഷമാണ് പടച്ച റബ്ബേ തോന്നിപ്പോയത്. റബ്ബിനെ തവക്കുലാക്കിക്കൊണ്ട് പടച്ച റബ്ബേ അവിടെ പടച്ചവനെ അവിടെ എഴുതിയത് കണ്ടപ്പോ
പരീക്ഷണങ്ങളിൽ പതറാതെ പരീക്ഷണങ്ങൾ ക്ഷമിച്ചുകൊണ്ടുള്ള വാക്കുകൾ കണ്ടപ്പോ എല്ലാം നിന്നിൽ നിന്നാണ് റബ്ബേ എന്നുള്ള വാക്ക് കണ്ടപ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ കണ്ണറിയാതെ നിറഞ്ഞു പോയി ഈമാനുള്ളവർക്കല്ലേ അത് പറയാൻ കഴിയൂ. അല്ലാഹ് കൊടുക്കുന്ന കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നതായിരിക്കാം. അല്ലാഹ് കൊടുക്കുന്ന കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നതായിരിക്കാം. അല്ലാഹുവിനെ മനസ്സിലാക്കിയവർക്കല്ലേ റബ്ബിനെ കുറിച്ചിട്ട് പടച്ച റബ്ബേ മനസ്സിലാക്കിയ ആളുകൾക്കാണല്ലോ. അല്ലാഹുവേ ബഹുമാനപ്പെട്ടവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹു തആല ശമനം കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പോസ്റ്റ് ഇങ്ങനെ വായിച്ചത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. വല്ലാത്തൊരു വിഷമം തോന്നി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചല്ലോ, ഒരു സങ്കടം വരുമ്പോ ആ സങ്കടവും നന്മയുള്ളവനിക്ക് ഖൈറാണ്, ഒരു സന്തോഷം വരുമ്പോ അതും ഈമാനുള്ളവനാണെങ്കിൽ അവനിക്ക് ഖൈറാണ്. ഈമാനുള്ളവനാണെങ്കിൽ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് അവനിക്ക് ഖൈറാണ്. ആ സങ്കടത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അല്ലാഹു പടച്ച റബ്ബേ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ക്ഷമയുള്ളവനായിട്ട് മാറും. പടച്ചവനെ സന്തോഷം വന്ന അല്ലാഹുവിന്റെ മുമ്പിൽ ശുക്ർ ചെയ്യും. ഇത് ഈമാനുള്ളവന്റെ അടയാളമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ അല്ലാഹു തആല മാറ്റി തരട്ടെ. അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാൻ പാടില്ലാത്ത സമയം അല്ലേ? നമ്മുടെ വിഷയം അല്ലാതെ നമ്മൾ ചർച്ച നടത്തേണ്ട പ്രശ്നമാണ്. പഠിച്ചവരെ പല സമയങ്ങളിൽ വേണ്ടതുപോലെ റബ്ബേ നമ്മൾ അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ പല ആളുകളും പ്രവർത്തിക്കുന്നത് കൊണ്ട് പല അസുഖങ്ങൾ വന്ന ആളുകളുണ്ട്, പല മാരകമായ മനസ്സിന് ടെൻഷൻ വന്ന ആളുകളുണ്ട്, വല്ലാതെ പ്രയാസപ്പെട്ടു പോയ ആളുകളുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. മഗ്‌രിബിന്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ബഹുമാനിക്കേണ്ട സമയമാണ്. മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന സമയം വളരെ നമ്മൾ ബഹുമാനിക്കേണ്ട സമയമാണ്. നമ്മളെ നാടുകളിലൊക്കെ പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉണ്ടാകും ഈ കുറുക്കന്മാര് അല്ലെങ്കിൽ നായകളൊക്കെ ഇങ്ങനെ ഒച്ച ഇടുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? പല നാടുകളിൽ കേൾക്കാറുണ്ട്. പല ആളുകൾക്ക് സംശയമാണ്. പഴയ ആൾക്കാർ പറയും അത് ബാങ്കിനെ കളിയാക്കാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മഗ്‌രിബ് ബാങ്ക് വിളിച്ച ശൈത്താന്റെ ഒരു ശല്യം ഉണ്ടാകും. ശൈത്താന്മാരിങ്ങനെ പരക്കം പായും. ആ ശൈത്താന്മാരാണ് എന്റെ പ്രിയമുള്ളവരെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ശൈത്താൻ ആ രൂപത്തിൽ വന്നതായിരിക്കും, അല്ല എങ്കിൽ അത് ആ ശൈത്താന്മാരുടെ ഓട്ടം കണ്ടിട്ട് ഇവര് പേടിച്ചിട്ട് കരയുന്നതായിരിക്കും. രണ്ട് കാരണങ്ങളാണ്, രണ്ടെണ്ണമാണ് ഒരു കരയാനുള്ള ഓളിയിട്ടാനുള്ള കാരണം. നമുക്ക് കാണാത്ത നാലുകാലികൾക്ക് കാണും. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയാത്ത പലതും കാണാൻ കഴിയും. അപ്പൊ രണ്ട് കാരണമാണ് അവർ ശബ്ദമുണ്ടാക്കുന്നത്. ഒന്ന് ശൈത്താനെ കണ്ടിട്ടാകാം, അല്ലെങ്കിൽ ശൈത്താന്റെ രൂപത്തിൽ ആ ജീവികൾ വന്നിട്ടായിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയാൽ അല്ല എങ്കിൽ പ്രിയമുള്ളവരെ വാതിൽ ജനലൊക്കെ തുറന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ആന്മാരൊക്കെ പറയാറുണ്ട് ആ സമയത്ത് നമ്മളതൊക്കെ വാതിലുകളൊക്കെ നമ്മൾ അടക്കണം. വാതിലുകളൊക്കെ അടച്ചിട്ട് നമ്മൾ സ്ത്രീകളൊക്കെ വീടിനകത്തെത്തണം, കുട്ടികളൊക്കെ അകത്തെത്തണം, അതേപോലെ മുതിർന്നവരൊക്കെ പള്ളിയിലെത്തണം. എന്റെ പ്രിയമുള്ളവരെ, ആ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ശത്രുള്ള ശൈത്താന്റെ സഞ്ചാരമുള്ള പിന്നെ അവിടുന്ന് സ്വൈരവിഹാരമുള്ള ഒരു സമയമാണ് ആ സമയം എന്ന് പറയുന്നത്. അതേപോലെ മഗ്‌രിബ് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ വീട്ടിനകത്തിരുന്നിട്ട് ഹദ്ദാദ് ഓതട്ടെ, സൂറത്ത് യാസീൻ ഓതട്ടെ, വാഖിഅ ഓതട്ടെ, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യട്ടെ, സൂറത്ത് സജ്ദ പാരായണം ചെയ്യട്ടെ, എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യട്ടെ. ഇതാണ് അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ വേറെ പണികളെടുത്ത എൻ്റെ പ്രിയമുള്ളവരെ ശൈത്താൻ നമ്മുടെ ശരീരത്തിൽ വണ്ടി കയറാൻ ഓടിക്കയറാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള സമയമാണ്, ഏറ്റവും കൂടുതൽ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. നന്മ ചിന്തിക്കാനും നല്ലത് പറയാനുമുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. എൻ്റെ പ്രിയമുള്ളവരെ ഒരു യാസീൻ ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു തആല 27 നന്മകൾ അല്ലാഹു തആല അവനിക്ക് കൊടുക്കും. 27 നന്മകൾ അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരാൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അവനിക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കില്ല, ഒരു ദാരിദ്ര്യം അല്ലാഹു തആല കൊടുക്കൂല. അവൻക്ക് ജോലിയില്ലാതെ വിഷമം വേണ്ട, ഒരു പ്രയാസം വേണ്ട. സൂറത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മണവാളനാണ്, ഖുർആനിൽ ഒരു മണവാളനാണ് സൂറത്തുർ റഹ്മാൻ. എൻ്റെ പ്രിയമുള്ളവരെ അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് അത് ഖബറിൽ നിനക്ക് പ്രകാശമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ശൈത്താന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ ഈ ദിക്ർ ഒരു മനുഷ്യനെ ചൊല്ലിയാൽ രാവിലെയും വൈകുന്നേരവും അവനക്ക് കഴിയുന്ന അത്ര അവന് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ശൈത്താനിൽ നിന്ന് അവനക്ക് കാവലുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമുക്ക് ചൊല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله ربنا توكلنا. ഒന്നുകൂടെ اللهم إني أسألك خير المولج وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله ربنا توكلنا. اللهم إني أسألك خير المولج وخير المخرج بسم الله ولجنا وبسم الله خرجنا وعلى الله ربنا وعلى الله ربنا توكلنا. ഇൻഷാഅല്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാഅല്ലാ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻഷാഅല്ലാ വീഡിയോ ആയിട്ട് ഇൻഷാഅല്ലാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.